एवियन इन्फ्लुएंजा का खतरा टालने के लिए केरल के अल्लपुझा जिले में इस साल अब तक 53,000 से ज्यादा पक्षियों को मार दिया गया है। इस साल पहली बार बर्ड फ्लू के लक्षण 17 अप्रैल को इडथुआ और चेरुथाना ग्राम पंचायत के कुछ वार्डों में बतखों में नजर आए थे। കഴിഞ്ഞ 12 വർഷമായി കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഈ ആലപ്പുഴയിൽ ഈ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നത് താറാവിലാണ് കൂടുതലും കണ്ടുവരുന്നത്. കാരണം ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടൻ പ്രദേശങ്ങളിൽ 2-3 താലൂക്കുകളിൽ താറാവ് കൃഷി വ്യാപകമായിട്ടുണ്ട്. ഈ താറാവ് കൃഷി എന്ന് പറഞ്ഞാൽ ഇവിടെ അന്യ രാജ്യങ്ങളിൽ നിന്ന് പോലും ദേശാടന പക്ഷികൾ എത്തുന്ന സ്ഥലമാണ്. കാരണം താറാവ് കൂടുതൽ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ജലാശയങ്ങളുമായി ഈ പക്ഷികളും ഈ താറാവിനും ബന്ധമുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് പറഞ്ഞത്. पोल्ट्री किसानों का कहना है कि हर साल बर्ड फ्लू फैलना बड़ा मुद्दा है। इससे यहाँ के पर्यटन कारोबार पर भी बुरा असर पड़ता है। किसान अरसे से अल्लपुझा में नेशनल लेवल के वायरोलॉजी इंस्टीट्यूट बनाने की मांग कर रहे हैं। अभी तक बर्ड फ्लू के मामलों की जांच के लिए सैंपल भोपाल भेजने पड़ते हैं। रिपोर्ट आने में करीब 2 हफ्ते लग जाते हैं। ഇവിടെ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്യല ഇതിൻ്റെ സാമ്പിൾ നേരെ പോകുന്ന ഭോപ്പാലിലാണ്. ഭോപ്പാലിൽ പോയി ഇത് അവിടുന്ന് സാമ്പിൾ പോയി ഇതിൻ്റെ റിപ്പോർട്ടായി വരുമ്പോൾ 14 ദിവസത്തോളം സമയമെടുക്കും. രണ്ടാമത് ഇതിൻ്റെ പൈസ അടച്ചാൽ മാത്രമേ അവിടെ അത് സ്വീകരിക്കുകയുള്ളൂ. ഇവിടെ സർക്കാരിൻ്റെ നിയമ നടപടികളൊക്കെ കഴിഞ്ഞ് ഈ പൈസ ലഭ്യമാക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിന്ന് വേണം ഇത് അയക്കാൻ തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ താമസം കാരണം ആലപ്പുഴയിൽ അത്യാവശ്യമായിട്ട് ഈ വൈറോളജിക്കൽ ലാബ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ഈ 14 ദിവസത്തേക്കുള്ളിൽ ഇതിൻ്റെ റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക് ഈ പക്ഷിപ്പനി എന്നുള്ളത് അത് ആ മേഖലയിലാകെ വ്യാപിക്കുന്നതിന് കാരണമാകും. अधिकारियों के मुताबिक अम्बाला पूझा उत्तरी ग्राम पंचायत के वार्ड 9 में बर्ड फ्लू के ताजा मामले मिले हैं। इस वार्ड के 1 किलोमीटर के दायरे में 6,777 बतखों को गुरुवार को मार दिया जाएगा। ഈ പക്ഷിപ്പനി എന്നുള്ള പാൻഡമിക് ഉണ്ടാകുമ്പോൾ തന്നെ കർഷകർ ഇതിൽ ഭയന്നുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ചൂട് കാരണം കുറേ നാളായി കോഴികൾ ധാരാളമായി ചത്തുപോകുന്നുണ്ട്. ഇപ്പോൾ 1000 കോഴി കൃഷി ഇറക്കുന്ന കർഷകന് ഒരു 300-350 വരെ മോർട്ടാലിറ്റി ചത്തുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കാരണം ഇറച്ചിക്കോഴിക്ക് കഴിഞ്ഞ 2 മാസമായി വില വർദ്ധിച്ചു നിൽക്കുകയാണ്. കാരണം ആരും കൃഷി ഇറക്കാൻ തയ്യാറാകുന്നില്ല. വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് അത് ഏറ്റവും പ്രധാനം. കാരണം ചൂട് കടുത്ത് നിൽക്കുന്നു. इस साल अब तक अल्लपुझा जिले में मारे गए 53,455 घरेलू पक्षियों में से 11,939 चेरुथाना में, 31,811 इडथुआ में, 540 अम्बाला पुझा उत्तर में और 9,165 थकाजी में मारे गए हैं।